നമസ്കാരം, ഞാൻ സിമി ജെസ്റ്റോ. US വീക്ക്ലി റൗണ്ടപ്പിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഈ ആഴ്ചത്തെ ഹൈലൈറ്റ്: ഷിക്കാഗോയിൽ വെച്ച് നടത്തപ്പെട്ട ഫൊക്കാന നാഷണൽ വിമൻസ് ഫോറത്തിന്റെ 2022-2024 കമ്മിറ്റിയുടെ പ്രവർത്തന ഉദ്ഘാടനത്തിന്റെ വിശേഷങ്ങൾ, കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ വിശേഷങ്ങൾ. അവർ ഗസ്റ്റിൽ അതിഥിയായി എത്തുന്നു ആശ മാത്യുവിനോടൊപ്പം വണ്ടർ വുമൺ എന്ന സിനിമയുടെ സംവിധായിക അഞ്ജലി മേനോൻ. ലൈഫ് ആൻഡ് ഹെൽത്തിൽ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എന്ന വിഷയവുമായി ഡോക്ടർ റോസ് വടകരയോടൊപ്പം ചേരുന്നു ഡോക്ടർ ഫ്ലെനി വർഗീസ്. ഫൊക്കാന നാഷണൽ വിമൻസ് ഫോറത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഷിക്കാഗോയിൽ വെച്ച് നടത്തപ്പെട്ടു. കുക്ക് കൗണ്ടി സർക്യൂട്ട് കോർട്ട് അസോസിയേറ്റ് ജഡ്ജ് മരിയ കുര്യാക്കോസ് സിസിൽ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ ഫൊക്കാന നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. വിമൻസ് ഫോറം നാഷണൽ ചെയർപേഴ്സൺ ഡോക്ടർ ബ്രിജിറ്റ് ജോർജ്, ഫൊക്കാന നാഷണൽ സെക്രട്ടറി ഡോക്ടർ കലാസാഹി എന്നിവരടക്കം ഫൊക്കാനയുടെ വിവിധ ഭാരവാഹികളും മലയാളി സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി വനിതകളും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഷിക്കാഗോയിൽ നിന്നും അനിൽ മറ്റത്തിക്കുന്നേൽ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. ഫൊക്കാന നാഷണൽ വുമൻസ് ഫോറം 2022-2024 ടീമിൻ്റെ ഇനാഗുറേഷനാണ് ഇന്ന് ഷിക്കാഗോയിൽ നടക്കുന്നത്. ഫൊക്കാനയുടെ എല്ലാ വിശിഷ്ട വ്യക്തികളും പല സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഫൊക്കാനയുടെ വുമൻസ് ഫോറം ഇനാഗുറേഷനിലേക്ക് സ്വാഗതം. ദീപം എന്ന പേരിൽ ഫൊക്കാന നാഷണൽ ചെയർപേഴ്സൺ ഡോക്ടർ ബ്രിജിറ്റ് ജോർജിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം ഫൊക്കാനയുടെ വനിതാ വിഭാഗം അടുത്ത 2 വർഷത്തേക്ക് ആസൂത്രണം ചെയ്തിരിക്കുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വേദിയായി മാറി. When we educate a woman, we educate a generation. അത് അമേരിക്കൻ പൊളിറ്റീഷ്യനും റിലീജിയസ് ലീഡറുമായ ബ്രിഘാം യങ്ങിന്റെ വാക്കുകളാണ്. അത് വളരെ അർത്ഥവത്താണ്. അതിനെ ആസ്പദമാക്കി ഞങ്ങൾ 2022-2024 പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ പ്രോജക്റ്റ് നിർധനരായ ഏതാനും പെൺകുട്ടികൾക്ക് നഴ്സിംഗ് എഡ്യൂക്കേഷനായിട്ടുള്ള ധനസഹായം നൽകുക എന്നുള്ളതാണ്. will control the Focana Women's Forum. We are extremely happy. We are looking forward to that. There are 1 million Malayalis in America. If we are united, we can stand by, work together. We are just as smart as a man and just as able to do, perhaps not the physical things, but certainly things that require knowledge, wisdom. So as I was thinking about my message for this Focana, before I wanted to thank all the bold and the ambitious goal set by Dr. Bridget to achieve our goals. 1857 ഈ സ്ത്രീ ശാക്തീകരണം എന്ന കൺസെപ്റ്റിന് തുടക്കം കുറിച്ചത്. അതിപ്പോൾ പടർന്നു പന്തലിച്ച് വളരെ വലിയ ഒരു വൃക്ഷമായിട്ട് മാറിയിരിക്കുകയാണ്. And so I want to thank Bridget. Bridget, congratulations for your role here, and you are doing a remarkable job. I've seen you, working in other organizations. We all talk about women, and in days like this, we exponentially elevate the power of women, but women have always been powerful, right? ഇതിനപ്പുറമായിട്ട് സജീവവും ക്രിയാത്മകവുമായ സാമൂഹ്യ നിർമ്മിതിയിൽ എങ്ങനെയാണ് സ്ത്രീകൾക്ക് പങ്കെടുക്കാനാകുന്നത് എന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും വിമൻസ് ഫോറത്തിനുണ്ട്. അതിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫൊക്കാനയെ പോലുള്ള ഓർഗനൈസേഷൻസിനെ ഞാൻ അനുമോദിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്നേഹദീപം അല്ലെങ്കിൽ the light of love. Focana can give the light of love to the world. മലയാളി സമൂഹത്തിൽ നിന്നും അമേരിക്കൻ മുഖ്യധാരയിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന വനിതകളെ പരിചയപ്പെടുത്തുന്ന വേദി കൂടിയായിരുന്നു വിമൻസ് ഫോറത്തിന്റെ ഉദ്ഘാടന സമ്മേളനം.
വെർച്വലായും സമ്മേളനത്തിൽ പങ്കെടുത്തു. ആദ്യത്തെ വുമൻസ് ഫോറം ചെയറായിരുന്നല്ലോ ലീല ചേച്ചി. എന്തൊക്കെയാണ് ചേച്ചിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. ഫൊക്കാനയുടെ വിമൻസ് ഫോറം ഇത്രയും അധികം ആയിട്ട് വ്യാപിച്ചു കഴിഞ്ഞു. ഈ പ്രാവശ്യം വിമൻസ് ഫോറം ചിക്കാഗോയിലെ ബ്രിജിറ്റ് ജോർജിൻ്റെ നേതൃത്വത്തിൽ ഉള്ള വിമൻസ് ഫോറത്തിന് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. ഇനിയും ഇത് വളർന്ന് പന്തലിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം വിമൻ എംപവർമെൻ്റ് ആയിരിക്കും. നാഷണൽ ലെവലിലും റീജിയണൽ ലെവലിലുമുള്ള ലീഡേഴ്സ് ഒത്തൊരുമിച്ച് നമ്മൾ ചാരിറ്റി, കമ്മ്യൂണിറ്റി സർവീസ്, മോറൽ സപ്പോർട്ട് ഇതെല്ലാം നമ്മൾ ആവശ്യമെന്ന് തോന്നുന്ന മേഖലയിൽ തീർച്ചയായും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം നടത്തപ്പെട്ടു. ന്യൂയോർക്ക് ബെത്പേജിലെ സീറോ മലബാർ പള്ളി ഓഡിറ്റോറിയത്തിൽ തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തി മലയാളിയായ സെനറ്റർ കെവിൻ തോമസ് സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ടൂറിസം വകുപ്പ് മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം, സെനറ്റർ അന്ന കാപ്ലൻ, റോക്ക്ലാൻഡ് കൗണ്ടി ലെജിസ്ലേറ്റർ ഡോക്ടർ ആനി പോൾ തുടങ്ങി നിരവധി പേർ ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. ന്യൂയോർക്കിൽ നിന്നും മാത്യു ഈശോ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. Followed by our chief guest, former Union Minister, Honorable Mr. Alphonse J. Kannanthanam. 1972 രൂപം കൊണ്ട അമേരിക്കയിലെ ആദ്യകാല സംഘടനയായ കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിന്റെ ആദ്യ പ്രസിഡന്റ് എന്ന പദവി ഭദ്രദീപം കൊളുത്തിയ പ്രൊഫസർ ജോസഫ് ചെറുവേലി 50 വർഷങ്ങൾ പിന്നിട്ട് സുവർണ ജൂബിലിയിലും ഭദ്രദീപത്തിന് തിരികൊളുത്താൻ സന്നിഹിതനായിരുന്നു എന്നത് ചരിത്ര നിമിഷമായി. This day is remarkable in the history of our association and in our community. I'm proud to have been serving the constituents of District 7 and also be a colleague with my colleague Senator Kevin Thomas. We both joined the New York State Senate in 2019. വളരെ സന്തോഷമുണ്ട്. ഇത്രയും വർഷം ഒരുമിച്ച് നിൽക്കുക. സാധാരണ 3 മലയാളികൾ ഉണ്ടെങ്കിൽ 2 സമാജം ഉണ്ടാകേണ്ടത്. ഇവിടെ 10,000 പേര് വന്നിരിക്കുന്നു. Paul, I don't know how you manage to keep them together. എത്ര പേര് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നു എന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഇവിടെ തന്നെ ഇന്ന് പൂര തല്ലുണ്ടാകേണ്ടതായിരുന്നു. ഇത് തുടങ്ങുന്നതിന് മുമ്പ് ആ തല്ലുണ്ടാകുന്നില്ല. കഴിഞ്ഞ 50 വർഷങ്ങളിൽ സമാജത്തിന്റെ പ്രസിഡന്റുമാരായി സേവനമനുഷ്ഠിച്ചവരെയും ട്രസ്റ്റി ബോർഡ് അംഗങ്ങളെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും പ്രത്യേക പ്രശംസാ ഫലകം നൽകി സുവർണ ജൂബിലി വേളയിൽ ആദരിച്ചു. So let's welcome Professor Joseph Cheriyath onto the stage. This country welcomed us with open hands. They want us to become citizens. They want us to vote. They want us to participate in this democracy. But we have to come halfway and feel that we are no longer American Malayalis. Most of us are Indian Americans. So vote. That's it. And all the great and accomplished professionals sitting here, the County Executive Bruce Blakeman believes in diversity and equality for all the communities living in Nassau County, and our doors are open. 50ാമത് വർഷത്തെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന പോൾ ജോസ്, സെക്രട്ടറി മേരി പോൾ, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ഷാജു സാം, ട്രഷറർ ഷാജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. കഥകളിൽ ഒത്തിരി നുണകൾ കാണും, അത് കേട്ടാലും കോപിക്കരുത്. യുഎസ് വീക്ക്ലി റൗണ്ടപ്പിൽ ഇനിയൊരിടവേള.
Griffey's Law Firm, Chicago. Trusted name for work injuries and personal injury cases, wrongful death cases and much more. Ensuring aggressive financial results. Attorney Stephen Griffey's. Serious lawyer for serious cases. We want a long-term relationship with you. Call us 312-855-0511. Griffey's Law Firm Limited. www.griffeyslaw.com. Citywide Mortgage of America Corp. Mortgage experts serving Illinois, Florida, and California. Committed to provide high-quality home loans, lowest mortgage rates in the market. Specialized services for first-time home buyers. Conventional, FHA, VA loans, and jumbo loans. Refinance and cash-out refinance. Home loan experts dedicated to making sure your home purchase or refinance experience is top-notch. We deliver what we promise. Visit www.citywidema.com. അടുത്തതായി US വീക്ക്ലി റൗണ്ടപ്പിൽ പ്രമുഖ വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന അവർ ഗസ്റ്റ്. ഏഷ്യനെറ്റ് US വീക്ക്ലി റൗണ്ടപ്പ് അവർ ഗസ്റ്റിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ആശ മാത്യു. സിനിമകൾ നമ്മൾക്കിഷ്ടമാണ്, ചില സിനിമകൾ കൂടുതലും. ബാംഗ്ലൂർ ഡേയ്സ്, കൂടെ എന്നിങ്ങനെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച സിനിമകൾ നമുക്ക് സമ്മാനിച്ച ദി എമിനൻറ്റ് ഡയറക്ടർ, റൈറ്റർ, പ്രൊഡ്യൂസർ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അഞ്ജലി മേനനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. അഞ്ജലി, ഏഷ്യനെറ്റ് US വീക്ക്ലി റൗണ്ടപ്പിലേക്ക് ഹാർദവമായ സ്വാഗതം. അഞ്ജലി മേനനെ കാണുമ്പോൾ ചോദിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് പണ്ടോട്ടെ. എപ്പോൾ കാണുമ്പോഴും you look so composed and pleasant. And I think also that, even when you are being affirmative in your conversation, you're sending a very strong message, you still look very pleasant and you have that infectious smile on your face, always. How do you do that? Well, I'm obviously not like this all the time. I do get stressed and I do tear my hair out. But I think, generally in life, it's easier to go with a smile. It's simply that. The tone is very important. I respond a lot to the tone when someone talks to me. So, it's just helpful to be mindful about that. Yeah, because our tone is very strong in your case. I've always seen that. You always keep that tone in a very comfortable manner for anybody to, listen and respond. So that's something that as a viewer, as a person who is watching your conversations, I think it's very influential. So I just wanted to let you know. Thank you. I don't know how much of it is that one is in control of. I guess you tend to be a certain way, so I'm not terribly aware of how I can sound. But yes, thank you. ഇപ്പം അഞ്ജലിയുടെ ഏതൊരു മൂവി നോക്കിയാലും ചുറ്റുമുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഇവൻസിനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു പ്ലാറ്ററിൽ നമുക്ക് തരികയാണ്. സോ ആസ് വ്യൂവേഴ്സ് അതൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു അനുഭവമാണ് എപ്പോഴും എല്ലാ മൂവിയും. അപ്പോൾ ഇൻ യുവർ പെർസ്പെക്റ്റീവ്, വാട്ട് യു തിങ്ക് ഈസ് ദാറ്റ് Anjali Menon magic ingredient that you add into each of your movie? Well, you see, it's very difficult to speak objectively about one's own work because it's about my child or my family or something like that. And I have to say, it's not always just oneself. നമ്മുടെ ചുറ്റും ഒരു ക്രൂ ഉണ്ട്, ഒരു കാസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും എനർജീസ് ഇതിലേക്ക് കയറി വരുന്നുണ്ട്. So I could never say that this is just my film. And no, it's not that way. It is that combination of circumstances you have around you which really bring a certain energy in. And yes, one of course plays a role in bringing those people together, bringing their environment together. But I think it's more than anything ഒരു optimism ഉണ്ടല്ലോ ലൈഫിനെ കാണുമ്പോൾ. നമുക്ക് ശരിക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മളൊക്കെ വളരെ പ്രിവിലേജ്ഡ് ആണ്. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടണം എന്നൊരാഗ്രഹം എനിക്ക് എപ്പോഴും ഉള്ളതാണ്. ഇപ്പം എല്ലാ ക്യാരക്ടേഴ്സും ഇപ്പോൾ ഒരുപാട് ബഹളമൊന്നും ഇല്ലാതെ പെട്ടെന്നൊരു
pregnancy news വരുന്നു. And then a movie announcement വരുന്നു. And I'm sure you have built a lot of curiosity in people. You know, we're all wondering what Wonder Woman is all about. So what do you have to say about Wonder Woman? നമ്മുടെ ലൈഫിൽ when we're all ordinary people and sometimes we get pushed into extraordinary circumstances, like അതാണല്ലോ ശരിയായ ഒരു ഹീറോസ് ജേർണി എന്ന് പറയുന്നത്. I mean, that for me is the most exciting thing, to catch just very regular people and catch them at those moments when they get to be heroic. And പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് അങ്ങനെ, but we don't really see them on screen. And for me, the whole idea that a child is being born is something which really unsettles a lot of equations. And in that circumstance, it's not just the mother who is giving birth who becomes a mother. Our bhagathu chuttumalla ellarum, they start becoming mothers. It's, whether it's the grandma or the mother or the aunt or the neighbor, everybody starts getting into this sort of nurturing cocoon. And I find that quite fascinating. And I was really keen to capture that because there's a beautiful natural community that comes about. And what is the bonding that happens there? What is the empathy? Where is it that we forget all kinds of barriers and are able to reach out to somebody? What is that magic that a little baby brings? The other day we were at a party and somebody brought in a baby, small little one who was fast asleep, in his mother's arms. And before you knew it, everyone at the party was just like a magnet this baby had, everyone around. What is it that does that? So it is that innate human feeling within us, right? And I think, my attempt is to capture that hope that we feel when we see something, which is so young and so fragile, and that need we have to protect it. And when you see a woman who's pregnant, there is a natural empathy which flows in that direction. And one doesn't have to be, of any gender for that. You just have to be a sensitive person. So I was just really curious about how all of that works. And this is a world where we have many such people. And when they come in, what are the dynamics that happen? And above all, there is a very beautiful, thing about empathy that empowers. And I think that is what we really wanted to talk about with this. Appam, I've heard you saying that, when you write stories, you get inspired by certain moments that's happened, and you jot them down. So, Wonder Woman, you said, of course, we all, as mothers, we've gone through the journey of birthing, and it's a marvelous experience, exactly like you said. It's the journey of us becoming a mother, at the same time, everybody around us also going through that journey. But what, in your perspective, or what was one of those moments that kind of you felt like, maybe I should take a movie like this, or something around those lines? This is a subject that has been very dear to me for quite some time. And I had my baby around 11 years ago. And right from that point, when I started to initially read up, because I didn't know anything about birthing, and when I started to read up and connect with consultants and do research on the subject, I realized there's so much we don't know. And it's very strange that this is one of the most natural phenomena, right? And even if you look at animals, they manage it beautifully. It's the most natural thing. But as human beings, we are somehow conditioned to think that this is not the norm, that this is some sort of abnormal circumstance for which we need external help. We do not trust ourselves with that. We need medical intervention, we need help from everybody, and we're constantly in the dark about what is actually going on. We're told to look away from our instinct and rely on machines and technology and everything about what is happening within our body. Isn't that something strange? This movie, it's a multicast, super talented people, super talented women, I would say, all together under the same frame. And so as a director, how do you get that vibe going, and how do you get the energy going? See, actors by sort of, they come with some kind of a default setting where they have this beautiful energy in them.
And when we get a group of people together, an ensemble together, then it's a question of how these energies play out among them, right? A lot of these actors are people I have worked with, or I have known, or worked with in other capacities, and I am actually inspired by them. For me, it's a very essential thing that the actor I'm working with needs to inspire me. And very often it's not just about their work and their craft, but also about who they are off screen. I mean, that does hold some level of importance. And each of these women, they're really, strong voices. They're strong powerhouses of thought and action. And I like that. I like being surrounded by people who have, their own identity and their own thought about certain things. And that is what we needed for this film, because it requires a certain bit of conviction. And it's not just individual, but also collective conviction to be able to do something like this. And we had that. And that energy that we had off screen is what you're seeing spilling, on screen. Yeah, because it's a super talented women all together. So it's going to be directed by a super talented person. So we're all waiting to see what that magic is going to be. അപ്പം ഏഷ്യനെറ്റ് US വീക്ക്ലി റൗണ്ടപ്പിന് വേണ്ടിയിട്ട് ഇത്രയും സമയം ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഇൻ ഓൾ യുവർ ഫ്യൂച്ചർ എൻഡീവേഴ്സ്, all your future projects, everything that you do. May you be blessed and may you do wonders. May you do a lot of magic in the coming years. That's very sweet. Thank you. Thank you very much. US Weekly Roundupine മറ്റൊരു ഇടവേള കൂടി. Please stay with us. Griffey's Law Firm, Chicago. Trusted name for work injuries and personal injury cases, wrongful death cases and much more. Ensuring aggressive financial results. Attorney Stephen Griffey's. Serious lawyer for serious cases. We want a long-term relationship with you. Call us 312-855-0511. Griffey's Law Firm Limited. www.griffeyslaw.com. ഇനി ആരോഗ്യ സംബന്ധമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന ലൈഫ് ആൻഡ് ഹെൽത്തുമായി ഡോക്ടർ റോസ് വടകര. Hello everyone, I'm Dr. Rose Vadakara and welcome to Life and Health. സൗന്ദര്യവർദ്ധക ചികിത്സയുടെ ഭാഗമായി ലോകവ്യാപകമായ അംഗീകരിക്കപ്പെട്ടതാണ് ബോട്ടോക്സ് ചികിത്സ. വിദഗ്ധരായ ഡോക്ടർമാരുടെ കീഴിൽ മാത്രമേ ഈ ചികിത്സ നടത്താവൂ. എന്തുകൊണ്ടെന്നാൽ ഇവയ്ക്ക് പാർശ്വഫലങ്ങളുമുണ്ട്. ബോട്ടോക്സ് ഇഞ്ചക്ഷനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നതിനായി നമ്മോടൊപ്പം ചേരുന്നു ഡോക്ടർ ഫ്ലെനി വർഗീസ്. She currently works as a neurologist and has her own practice in Arizona. In her practice, she treats various neurological related medical conditions and gives Botox injection for medical conditions. Dr. Fleni, it is my pleasure to welcome you to Life and Health. Thank you for having me. Dr. Fleni, Botox ഒരു കോമൺ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി കഴിഞ്ഞുവല്ലോ. എന്നാലും ഒത്തിരി ആളുകൾക്ക് ബോട്ടോക്സ് എന്താണെന്ന് അറിവില്ലാത്തവരുമുണ്ട്. എന്താണ് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ? അതുപോലെ തന്നെ ഇതെടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ബോട്ടോക്സ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളുടെ മനസ്സിൽ വരുന്നത് മുഖത്തെ ചുളിവുകൾ മാറ്റാനുള്ള കോസ്മെറ്റിക് ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതിന് പല മെഡിക്കൽ ഉപയോഗങ്ങളുണ്ട്. ബോട്ടിലിനം ടോക്സിൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ട്രീഡിയം ബോട്ടിലിനിയം എന്നുള്ള ഒരു ബാക്ടീരിയ എന്ന് വരുന്ന ഒരു വിഷവസ്തുവാണ്. അത് നമ്മൾ ശുദ്ധീകരിച്ച് വളരെ ചെറിയ അളവിൽ ഉപയോഗിക്കുമ്പോൾ തലവേദനയ്ക്ക് അല്ലെങ്കിൽ അമിതമായ മസിൽ ടൈറ്റ്നെസ് ഉള്ള ഏരിയയിലൊക്കെ ചെറിയ അളവിൽ ഇഞ്ചെക്ട് ചെയ്യുമ്പം അത് ഉപയോഗപ്പെടുന്ന
പല മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ പ്രയോജനം. ഡോക്ടർ, ബോട്ടോക്സ് ഇഞ്ചക്ഷൻ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ വളരെ കോമൺ ആയി കേട്ടിട്ടുണ്ട്. എന്നാൽ ന്യൂറോളജിയിൽ ഒരു കോമൺ ആയിട്ടുള്ള പ്രൊസീജിയർ ആണോ ഇത്? ഇതൊരു വിഷവസ്തു ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഈ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളത്? സാധാരണ നമ്മൾ ഇത് വളരെ ചെറിയ അളവിലാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുമ്പം വളരെ കുറവാണ് കോംപ്ലിക്കേഷൻസ്. എന്നാൽ ഇതൊരു, ഞാൻ പറഞ്ഞല്ലോ, വിഷവസ്തു ആയതുകൊണ്ട് ചിലപ്പം നമ്മൾക്ക് അലർജിക് റിയാക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ചില ആൾക്കാരിൽ ശ്വാസം മുട്ടലോ മസിൽ പാരാലിസിസോ അങ്ങനെയൊക്കെ വരാൻ വളരെ ചെറിയ ചാൻസ് ഉണ്ട്. സാധാരണ ഞാൻ ക്ലിനിക്കിൽ ഉപയോഗിക്കുമ്പോൾ അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും കാണാറില്ല. നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന സ്ഥലത്ത് ചെറിയായിട്ട് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ വേദന വല്ലതും അനുഭവപ്പെടാറുണ്ട്. വേറെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പം ഈ നമ്മൾ കുത്തിവെക്കുന്ന സ്ഥലം മാറിപ്പോയാൽ ചിലപ്പം കാഴ്ചയിൽ പ്രോബ്ലം വരാം, ഡബിൾ വിഷൻ വരാം, അല്ലെങ്കിൽ കണ്ണിൻ്റെ അടുത്തുള്ള മസിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വീക്ക്നെസ് പോലെ വരാം. അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് വളരെ അസാധാരണമാണ്, എന്നാലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ഒരു തവണ എടുത്താൽ എത്ര മാസങ്ങൾക്ക് ശേഷമാണ് അടുത്ത ഷോട്ട് എടുക്കാൻ പറ്റുന്നത്? അതുപോലെ തന്നെ ഇതിന്റെ ഇഫക്റ്റീവ്നെസ് എത്ര കാലത്തേക്കാണ് നിലനിൽക്കുന്നത്? അതിന് ഗുണവും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഗുണം എന്ന് പറഞ്ഞാൽ അഥവാ നമുക്ക് സൈഡ് ഇഫക്റ്റ് വല്ലതും വന്നാൽ 90 ദിവസത്തിനാവും അത് മാറിക്കിട്ടും. അതാണ് അതിൻ്റെ ഗുണം. പക്ഷെ വീണ്ടും വീണ്ടും ചെയ്യണം എന്നുള്ള ഒരു ഡിസഡ്വാൻറ്റേജേ ഉള്ളൂ ഇതിന്. ഡോക്ടറിന്റെ ഓഫീസിൽ ഒരു ന്യൂറോളജി പ്രോബ്ലമായിട്ട് എന്തിനൊക്കെയാണ് നമ്മൾ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്? ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. നമ്മളെല്ലാവർക്കും ഇത് കൊടുക്കാറില്ല. പ്രത്യേകിച്ച് മൈഗ്രെയിൻ ഹെഡേക്ക്, എല്ലാ ഹെഡേക്സിനും നമ്മൾ യൂസ് ചെയ്യാറില്ല. മൈഗ്രെയിൻ ഹെഡേക്സിൽ ഉള്ള പേഷ്യൻസിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാറുള്ളത്. അതും ഒരു മാസത്തിൽ 15 കൂടുതലോ ദിവസം ഹെഡേക്ക് ഉള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മളിത് ചികിത്സയായിട്ട് ഓഫർ ചെയ്യാറുള്ളൂ. അതും മരുന്ന് കഴിച്ച് ശരിയാവാത്ത ആൾക്കാർക്കാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അത് വളരെ ചെറിയ അളവിൽ നമ്മൾ സൈലീന് ഡൈല്യൂട്ട് ചെയ്തിട്ട് നെറ്റിയിലും കഴുത്തിലും ഷോൾഡറിലൊക്കെ ചെറിയ അളവിൽ ഇത് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ മസിൽ പാരാലിസിസ് ഉണ്ടാക്കിയിട്ടാണ് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. അങ്ങനെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണിത്. Is there any other conditions other than migraines that use Botox injection? And what are the new research activities that is in the world of Botox injections that you are aware of? തീർച്ചയായിട്ടും നമ്മൾ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ പല മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ അമിതമായിട്ട് വിയർക്കുന്ന ആൾക്കാരിൽ അതിൽ ചെറിയ അളവിൽ നമ്മൾ കഷത്തിൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വിയർപ്പ് തടയാൻ സാധിക്കും. പിന്നെ കഴുത്തിൽ ടൈറ്റ്നസ് ഉള്ള ആൾക്കാർ, സെർവിക്കൽ ഡിസ്റ്റോണിയ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്, അതിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ സ്ട്രോക്ക് വന്നിട്ട് ഒരു സൈഡ് തളർന്നിരിക്കുന്ന ആൾക്കാരിൽ ചില വർഷങ്ങൾക്ക് ശേഷം ആ സൈഡിൽ കൺട്രാക്ചർ അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് വരും. അപ്പോൾ അങ്ങനത്തെ ഉള്ള രോഗികൾക്ക് ഇത് വളരെ പ്രയോജനപ്പെടും. ബോട്ടോക്സ് ഇഞ്ചക്ഷനെ പറ്റി നൽകിയ വിവരങ്ങൾ ഏവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം അടുത്തയാഴ്ച മറ്റൊരു വിഷയമായി. താങ്ക് യു ഡോക്ടർ ഫ്ലനി ഫോർ യുവർ ടൈം വിത്ത് us on Life and Health. You're welcome. It's my pleasure. US വീക്ക്ലി റൗണ്ടപ്പിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി ഏഷ്യനെറ്റ് US വീക്ക്ലി റൗണ്ടപ്പ് എന്ന ഫേസ്ബുക്ക് പേജിലൂടെയോ asianetusnews@gmail.com എന്ന ഇമെയിലിലൂടെയോ 7324299529 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു വൈവിധ്യമാർന്ന എപ്പിസോഡുമായി വീണ്ടും കാണാം അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം.